ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ചപ്പാത്തി ഡവ് മേക്കർ. 1 year ആയി ഞാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ പർച്ചേസ് ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി, 1 year ആയല്ലോ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോസ്റ്റ് സൈറ്റിൽ നോക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇപ്പോഴത്തെ വില എന്താണെന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വീഡിയോയുടെ സൈഡിൽ എഴുതി കാണിക്കാം, കൂടാതെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന, വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ 1 year ആയി യൂസ് ചെയ്യുന്ന ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിന് വന്നിട്ടില്ല. ഇത് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതല്ല കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഈ മാവ് തയ്യാറാക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതായത് എനിക്ക് കയ്യിന് ഇതാക്കണ്ടില്ലേ, ചെറിയൊരു മുഴ പോലത്തെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുക, അതുപോലെ തുണി പിഴിയുക, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പെയിൻ ഉണ്ടാവും ആ ഒരു ഭാഗത്ത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇതിൻ്റെ ഒരു റിവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ വീഡിയോ ചെയ്തിടണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ മാവ് കുഴയ്ക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും, ഉപകാരപ്പെടും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇത് നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. സോ നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് മാവ് കുഴച്ചെടുക്കണമെങ്കിൽ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മാവ് കുഴയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല, സേഫ് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മളുടെ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നതും ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പത്തിരി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് പൂരിക്കുള്ള മാവും അതുപോലെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ ഇതിനകത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് മെഷറിംഗ് കപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം എത്ര വേണം, പൊടി എത്ര വേണം, എണ്ണ എത്ര വേണം എന്നുള്ളതിനൊക്കെ മെഷറിംഗ് കപ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇതാണ് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ 2 ലോക്ക് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാൻ ഇടപ്പൂടെ മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു സംഭവമാണിത്. നമ്മുടെ ആട്ട എടുക്കാനുള്ള മെഷർ ചെയ്യാനുള്ള കപ്പാണ്. പിന്നെ നമുക്ക് വെള്ളം, അപ്പോൾ ആ 1 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവാണ് കേട്ടോ. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ സെയിം അളവ് തന്നെയാണ്. പിന്നെ വരുന്നത് ചെറിയൊരു സ്പൂണാണ്. ഇത് നമ്മൾ എണ്ണ, നമുക്ക് ഓയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്ന മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ വരുന്നത് ഈ രണ്ടുമാണ് ഇതിനകത്ത് നമ്മൾ ആട്ട കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ 2 പാർട്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇതൊരു ക്ലോസിങ് ലിഡാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു അടപ്പിനകത്തൊരു ഹോളുണ്ട്, അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് പിന്നെ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. അപ്പോൾ ഇത് BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇതിവിടെ ഒരു വട്ടത്തിലുള്ളൊരു പോർഷൻ കാണുന്നില്ലേ, ഇവിടെ അതേപോലെ തന്നെ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ പാകത്തിനൊരു വട്ടത്തിലുള്ള പോർഷൻ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നീട് നമ്മൾ ആട്ട ഇട്ട് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ നമുക്ക് ആ ഹോളിൽ കൂടെ ഒഴിക്കുക, അല്ലാതെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് വെച്ചിട്ട് മാവ് കുഴയ്ക്കുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക, പിന്നെ നമ്മൾ അടച്ച് കഴിയുമ്പോൾ ആ അടപ്പിൻ്റെ ഹോളിൽ കൂടെ ഒഴിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ മാവോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒഴിച്ചതിന് ശേഷം ഈ അടപ്പുണ്ടല്ലോ, ഈ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് അടയ്ക്കുക, ലോക്ക് ചെയ്ത് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും, ഇതിനകത്തായിരിക്കും മാവ് കിടക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഇത് വരുന്നുണ്ട്. ഇതിങ്ങനെ ഇവിടെ ഒരു ചതുരത്തിലുള്ളൊരു ഇതുണ്ട് കേട്ടോ, പൊങ്ങി നിൽക്കുന്നൊരു ഭാഗമുണ്ട്. ഇതിനകത്തൊരു ചതുരം കാണുന്നില്ലേ, അവിടേക്ക് പ്ലേസ് ചെയ്ത് ഉറപ്പിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം, വളരെ സിമ്പിളാണ്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ മാവ് റെഡിയാക്കുന്നത്. അപ്പോൾ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് ചപ്പാത്തിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിൽ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡെമോ ഒന്ന് കാണാം. എങ്ങനെയാണ് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെമോ കാണാം. ആദ്യം തന്നെ നമ്മുടെ ഡവ് മേക്കർ നന്നായിട്ട് കഴുകി, എല്ലാ പാർട്സും നന്നായി കഴുകി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് ആട്ടെടുക്കുന്ന കപ്പൊക്കെ. എന്നിട്ട് ഈ ബ്ലൂ കളറിലുള്ള ആ കോല് പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മളുടെ കണ്ടെയ്നറിനകത്തേക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക.
ഇനി നമുക്ക് ആട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ്, ആ മെഷറിംഗ് കപ്പിന് 2 കപ്പ് ആട്ടയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആട്ട ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 9 ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ ആഡ് ചെയ്യാണ്. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് ആട്ടയ്ക്ക് 2 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ 2 സ്പൂൺ ഓയിലാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ആട്ട കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇങ്ങനെ ഉപ്പ് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കുഴച്ചാലും മതി കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാം, ലോക്ക് ചെയ്ത് അടയ്ക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ലിഡ് ഉണ്ടല്ലോ, കറക്കുന്ന ലിഡ്, അതിൻ്റെ ആ ചതുരത്തിലുള്ള പോർഷൻ അതിൻ്റെ മുകളിലെ ചതുരത്തിൻ്റെ പോർഷനിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ആ ആട്ടയും അതുപോലെ ഉപ്പും നെയ്യും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ശരിക്കും 2 കപ്പ് ആട്ടയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ചില ആട്ടയ്ക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വരും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ചില ആട്ട നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കറക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കുഴയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് വീണ്ടും അത് കറക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ കൊടുക്കുന്ന ലിങ്കിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ചപ്പാത്തി ഡഫ് മേക്കർ മാത്രമായിട്ട് വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ 329 rupees വരുന്നത്. അതിൻ്റെ കൂടെ ചോപ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആകുമ്പോൾ റേറ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചോപ്പറിൻ്റെ ബ്ലേഡും ഒക്കെ ഉള്ളത് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു റൗണ്ടായിട്ട് അത് ഒറ്റ ഇതായിട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് ആശീർവാദിൻ്റെ ആട്ടയതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ഞാനൊരു ലേശം വെള്ളം, ഏകദേശം 1 സ്പൂണോളം വെള്ളം അത്ര തന്നെ കേട്ടോ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വീണ്ടും വെള്ളം ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതപ്പോൾ ഞാൻ വീണ്ടും മിക്സ് ചെയ്യാണ്. ഇങ്ങനെ കറക്കി മിക്സ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും. കൈക്ക് വേദനയൊന്നും എടുക്കില്ല. അപ്പോൾ അതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, ഇത് നന്നായിട്ട് കുഴഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് എനിക്കൊരു 1 സ്പൂൺ വെള്ളം കൂടി അധികം ചേർക്കേണ്ടി വന്നു കേട്ടോ. നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അതാ നല്ല ഭംഗിയായിട്ട് നമ്മളുടെ ആട്ട കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 to 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ആട്ട റെഡിയാവും. അല്ലാതെ നമ്മൾ കൈ കൊണ്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? അതുമല്ല കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇത് കണ്ടു, ഇപ്പോൾ പാത്രത്തിൽ പോലും വളരെ കുറച്ചാണ് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. വൃത്തിയാക്കി എടുക്കാൻ തന്നെ നല്ല എളുപ്പമാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നും ആയിട്ടില്ല. ഇനി ഒന്ന് നല്ല ഡിഷും ഒക്കെ ചെയ്ത് അതിനെ ഒന്ന് പരുവത്തിലാക്കി എടുക്കുക. അത് വലിയ പാടില്ല. എങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല എളുപ്പമാണ്. ഇനി നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് തടവി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുക, സാധാരണ നമ്മൾ ചെയ്യും പോലെ. എന്നിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ പറ്റും ഈ ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളും വാങ്ങിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.